ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആയുർവേദ ഔഷധ സസ്യമായ കീഴാർനെല്ലി ഉപയോഗിച്ച് ബി പിയും അതുപോലെ തന്നെ വിരശല്യം, ദഹന പ്രശ്നങ്ങൾ, അതുപോലെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാഴ്ചയിൽ ഒരു ചെറിയ ചെടിയാണെങ്കിലും മഞ്ഞപ്പിത്തം, പ്രമേഹം എന്നിവയെ വരെ അകറ്റാൻ കഴിയുന്ന അതിവിശിഷ്ടമായിട്ടുള്ളൊരു ഔഷധമാണ്. ഇതിൻ്റെ ഇലകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നെല്ലിയുടെ ഇല പോലത്തെ ഇലകളാണല്ലേ. അതുപോലെ തന്നെ ഇലകളുടെ അടിഭാഗത്ത് കുഞ്ഞു നെല്ലിക്ക പോലെ കായ്കളും കാണാം. തീരെ ചെറിയ ചെടികൾക്ക് അതുപോലെ കായ്കൾ ഉണ്ടാവില്ല, കുറച്ച് വലിയ ചെടികൾക്കാണ് അങ്ങനെ കായ്കൾ കാണുന്നത്. ഇത് പല അസുഖങ്ങൾക്കും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചെടി മുഴുവനായും തന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇല മുതൽ വേര് വരെ നമുക്ക് ഉപയോഗിക്കാം. പണ്ടുകാലത്തൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചതാണ് ഈ ഒരു സസ്യത്തെ. പക്ഷേ ഇപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ഇൻഫർമേഷൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വയറിൻ്റെ പ്രശ്നം, കൃമി ശല്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ടിപ്പ് ആദ്യം പറയാം. ബി പിക്ക് നമുക്കിത് ഉപയോഗിക്കാം എങ്കിൽ പോലും മെയിനായിട്ട് നമ്മുടെ വയറിൻ്റെ പ്രശ്നക്കാർക്കാണിത് നല്ലത് കേട്ടോ. അപ്പോൾ 2-3 തണ്ട് കീഴാനെല്ലിയുടെ ഇലകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൂടുതൽ എടുത്തിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഇല എടുത്താൽ മതി. ഒരു 5, 6, 7 ആ ഒരു ഇതിലുള്ള ഇലകൾ എടുത്താൽ മതിയാകും. കൂടുതൽ ഇലകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതേപോലെ തന്നെ നമുക്ക് ബി പി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതുകൊണ്ട് ബി പി കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇലകൾ കുറച്ച് വേണം എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് മനസ്സിലാകും ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഫലിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾക്ക് കല്ലിലരച്ചോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചോ ഒക്കെ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കഴിയതിന് ശേഷം വേണം കേട്ടോ ചെയ്യാൻ. ഞാനിവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് മോര് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പാനീയം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ തരിതരിപ്പും കാര്യങ്ങളുമായിട്ട് നമുക്ക് കുടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വയറിൻ്റെ ആരോഗ്യത്തിന്, നല്ല ശോധനയ്ക്ക്, ദഹനപ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, കൃമിശല്യം അകറ്റാനായിട്ട് കുട്ടികൾക്ക്, മുതിർന്നവർക്കും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാവുള്ളൂ. ഈ ഒരു പാനീയം നല്ലതാണ്. കുട്ടികൾക്ക് വിരശല്യം അകറ്റാനായിട്ട് നമ്മൾ ഇതിനു മുമ്പ് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ, ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. കുടലിനെ ബാധിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാനീയം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ ഈ പാനീയം പ്രോബ്ലമൊന്നും ഇല്ലാത്തവർക്ക് നമുക്കൊന്ന് കഴിക്കാം. മൂത്രം നന്നായിട്ട് പോകാനായിട്ട്, മൂത്രച്ചൂട്, മൂത്രത്തിൽ പഴുപ്പ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളവർക്കും അതുപോലെ കൂടെ വരുന്നവർക്കും ഇതിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ബി പി കുറയ്ക്കുന്ന ഒന്നാണ് കീഴാനെല്ലി. അതുപോലെ പ്രഷർ കൂടുതലായിട്ട് നിൽക്കുന്നവർ ഒരു 4-5 ഇല കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇത് വെറും വയറ്റിൽ കുടിക്കരുത്. പ്രഷറിന് മാത്രമല്ല, പ്രമേഹം കുറയ്ക്കാനായിട്ടും ഇല വെള്ളമിട്ട് കുടിക്കുന്നത് ഗുണം ചെയ്യാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഷുഗർ ലെവലും അതുപോലെ ബി പി ലെവലും ഒക്കെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് തന്നെ ചെക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഈ ഒരു ഔഷധ സസ്യം ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ പറിച്ച് കളയാതെ കുറച്ചെങ്കിലും ഭാഗത്ത് അതിനെ നിർത്താനായിട്ട് ശ്രമിക്കുക. കാര്യം പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. ഒരുപാട് പേർക്ക് ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലും ഇത് നിൽക്കട്ടെ, നമുക്കും വല്ലപ്പോഴും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.